ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രഭാത സവാരിയിൽ ഉണരുന്ന ചിന്തകൾ നിരവധിയാണ്. മനുഷ്യവംശത്തിന് നന്മ പകരുന്ന ക്രിയാത്മകമായ ആലോചനകൾ പങ്കുവെക്കുന്നതും നല്ലതാണ്. വ്യായാമത്തിന്റെ ഭാഗമായുള്ള നടത്തം അതൊരു വ്യാപക സംസ്കാരമായി ലോകത്തുടനീളം വളർന്നു കഴിഞ്ഞു. കാരണം വ്യാവസായിക വിപ്ലവത്തോടുകൂടി കൂടുതൽ ആളുകളും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അടങ്ങി ഒതുങ്ങിയപ്പോൾ ശരീരം അതിനാവശ്യമായ വ്യായാമം ലഭിക്കാതെ കുഴങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് 1960-70-കളിൽ ലോകത്തുടനീളം വ്യായാമത്തിന്റെ ഭാഗമായുള്ള നടത്തം സാർവത്രികമായിരിക്കുന്നു. ശരാശരി ഓരോ മനുഷ്യരും ലോകത്ത് 5000 സ്റ്റെപ്പ് ഈ നടത്ത സംസ്കാരമുള്ളവർക്ക് പ്രത്യേകിച്ച് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നു. ഇന്ത്യ പൊതുവിൽ അതിൽ പിറകിലാണ്. ഹോങ്കോങ്ങിലും മറ്റും ശരാശരി 7000 സ്റ്റെപ്പ് ഒരാള് ദിവസേന നടക്കുന്നു എന്നാണ് കണക്ക്. ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന്, രോഗങ്ങളുടെ പ്രതിരോധത്തിന് ഈ ഒരു രീതി ആരോഗ്യകരമായി സംവിധാനിച്ചാൽ നടത്തം വളരെ നല്ലത്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായി ഗണിക്കപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സ് BC-യിൽ കുറെ വർഷം മുമ്പാണ് പറഞ്ഞത്, നടത്തമാണ് ഏറ്റവും നല്ല മരുന്ന്. വ്യവസ്ഥാപിതമായി വ്യായാമത്തിന് വേണ്ടി നടത്തമെന്ന സംവിധാനം ആ കാലഘട്ടം മുതൽ തന്നെ ലോകത്ത് സമാരംഭിച്ചിട്ടുണ്ട് എന്നർത്ഥം. പിന്നീട് പല പഠനങ്ങളും ഗവേഷണങ്ങളും ഈ വിഷയത്തിൽ നടന്നപ്പോഴും ഹൃദ്രോഗത്തെ പ്രതിരോധിക്കാൻ, ഹൃദയസ്തംഭനത്തെ തടുക്കാൻ, പേശീഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ, ഇങ്ങനെ നൂറുകൂട്ടം നേട്ടങ്ങളും ഗുണങ്ങളും നടക്കുന്നവരിൽ കണ്ടെത്തുകയാണ്. ഒടുവിൽ ബസ് ജീവനക്കാര്, ഡ്രൈവർമാരും കണ്ടക്ടർമാരും പഠനത്തിന്റെ ഭാഗമായി സദാസമയത്തും ഇരുന്ന് ജോലി ചെയ്യുന്ന ഡ്രൈവർമാരെക്കാൾ ബസ്സിലുടനീളം തലങ്ങും വിലങ്ങും നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടക്ടർമാർക്ക് ഹൃദ്രോഗ സാധ്യത കുറവായി കണ്ടെത്തിയെന്നാണ് പഠനം. നടത്തത്തിന്റെ ശാരീരിക മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന പല ഗവേഷണങ്ങളും ലോകത്തുടനീളം പല രീതിയിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇന്ന് നടത്തം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മുതലാളിമാര് പാർക്കുകളിലൂടെ, അവരുടെ ഉദ്യാനങ്ങളിലൂടെ നടത്തം ഒരു ശീലമാക്കി. കാരണം ജോലിയുടെ ഭാഗമായി ശരീരത്തിന് വ്യായാമം കിട്ടുന്നില്ല, അവർക്കത് അത്യാവശ്യമായി. ഇന്ന് പക്ഷേ എല്ലാവരും നടക്കുകയാണ്. പ്രഭാത പ്രദോഷങ്ങളിൽ റോഡരികിലൂടെ നടക്കുന്ന പതിനായിരങ്ങളെയാണ് നാം കാണുന്നത്. എന്നാൽ ഈ നടത്തം എന്നത് ആരോഗ്യകരമായി സംവിധാനിച്ചാൽ വ്യായാമത്തിന് വളരെ അനുഗുണമാണ്, സന്തോഷമാണ്. ഇതിനെ ക്രിയാത്മകമായി മാറ്റുന്നതിനെ കുറിച്ചും ബുദ്ധിമാന്മാർ ചിന്തിച്ചിട്ടുണ്ട്. നടത്തത്തെക്കാൾ എത്രയോ ഗുണകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്നതാണ് കൃഷിവേല. നമ്മുടെ പഴമക്കാർക്ക് ഈ വ്യായാമ നടത്തത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ കൃഷിയിടങ്ങളിൽ, മുറ്റത്ത്, ഉദ്യാനങ്ങളിൽ വിവിധ രീതിയിലുള്ള കൃഷിത്തൊഴിലുകളിൽ ഏർപ്പെട്ടതുകൊണ്ട് ആവശ്യമായ പേശീഫലം അവർക്കുണ്ടായിരുന്നു. വിയർക്കലും ശരീരത്തിന്റെ നടുവും ഓരോ അവയവങ്ങളും ചലിക്കലും തായോട്ടും മേലോട്ടും എല്ലാം ആവശ്യത്തിനുള്ള കുലുക്കവും നടത്തവും ഒക്കെ അവർക്ക് കിട്ടിയിരുന്നു. ഇന്നത് കേവലം ഒരു ആചാരം പോലെ മണിക്കൂറുകൾ ചെലവഴിച്ച് നടക്കുകയാണ് നമ്മുടെ ഈ കാലത്തെ കൂട്ടുകാർ. അത് ബദൽ സംവിധാനമായി കാർഷിക വൃത്തിയിലേക്ക് മാറ്റിയാലോ? സവാരിക്കിടെ നമ്മൾ ഒറ്റയ്ക്ക് ചിന്തിച്ചതാണെങ്കിലും ലോകത്ത് പല ആളുകളും
അത് നേരത്തെ തന്നെ ചിന്തിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തി കഴിഞ്ഞു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്തുകൊണ്ട് ഒരു കൂട്ടായ്മ അങ്ങനെ നമുക്ക് സാധിപ്പിച്ചുകൂടാ? പള്ളി കമ്മിറ്റികൾ, അമ്പല കമ്മിറ്റികൾ, ചർച്ചുകൾ, അതുപോലെ പഞ്ചായത്ത് സഭയുടെ കീഴിൽ, മഹല്ലിന്റെ കീഴിൽ സ്ഥാപനങ്ങൾ, അധ്യയന കേന്ദ്രങ്ങൾ, അവിടെയൊക്കെ പറ്റുമല്ലോ ഒരു 5-10 സെന്റ് സ്ഥലം ഭംഗിയായി എടുക്കുക. വ്യായാമം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂട്ടുകൂടുക, ലളിതമായ കൃഷികൾ ചെയ്യുക. ചെറിയ രൂപത്തിൽ കൊത്തലും കിളക്കലും ഒക്കെ നടത്തുമ്പോൾ നടത്തത്തിൽ കിട്ടുന്നതിനേക്കാളും 10 മടങ്ങ് വ്യായാമം, അതും ക്രിയാത്മകമായി ആരോഗ്യപരമായി ലഭിക്കുമെന്ന് പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യരുടെ സ്വഭാവം എന്താണ്? ഇച്ഛാശക്തി കുറവാണ്. കാര്യത്തോടുള്ള സമീപനത്തെക്കാൾ കളിയോടാണ് മനുഷ്യരുടെ അടുപ്പം. ഫലപ്രദമായ പ്രയോജനമുള്ള കാര്യങ്ങളോട് കാണിക്കുന്നതിനേക്കാളും അഭിനിവേശം ഉപകാരമില്ലാത്ത കാര്യങ്ങളോട് ബന്ധപ്പെടാനാണ്. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതിയായി മാറിയിരിക്കുന്നു. മണിക്കൂറുകൾ നടക്കുന്ന ആളുകൾ, തെരുവിലൂടെ ഇടത്തും വലത്തും നടക്കുന്ന ആളുകൾ, അവർക്ക് നടത്തമാണ് ബാക്കി, അതുകൊണ്ടുള്ള നേട്ടങ്ങളും. എന്നാൽ ലളിതമായ കൃഷിയിടങ്ങളിൽ ചെന്ന് 5-10 സൗഹൃദങ്ങൾ ചേർന്ന് ചെറിയ രീതിയിൽ വെള്ളം കോരിയെടുക്കുന്നു, നനയ്ക്കുന്നു, കിള പറിക്കുന്നു. ചെറിയ ചെറിയ ചെടികൾ, നമുക്ക് പോഷകാഹാരം ലഭിക്കും. വിഷമില്ലാത്ത ഫലങ്ങൾ നമുക്ക് സ്വന്തം വീട്ടുവളപ്പിൽ. ഇത് ഒരു കൂട്ടായ്മയായി സമാരംഭിക്കുകയും വളർത്തുകയും ചെയ്താൽ എന്തുകൊണ്ട് നമുക്കത് പ്രാവർത്തികമാക്കിക്കൂടാ? ഇപ്പോൾ തന്നെ പലപ്പോഴും റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ വനിതാ കൂട്ടായ്മകള്, കുടുംബശ്രീകള്, അവരൊക്കെ ഈ വിഷയത്തിൽ മുന്നേറുന്നുണ്ട് എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അത് ഒന്നുകൂടി വ്യാപകമായി സുഹൃത്തുക്കളായ 5-8 പേര് അത്തരം ഒരു വഴി ആലോചിക്കുക. 10-20 സെന്റ് സ്ഥലം, വെള്ളം ലഭിക്കുന്ന സന്തോഷമുള്ള സ്ഥലം, ശരീരത്തിന് ഭാരമുള്ള കടുത്ത ജോലികൾ എല്ലാവരും എപ്പോഴും ചെയ്യാതെ ആരോഗ്യകരമായി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന ഡോക്ടർമാരുടെ അറിവ് പ്രകാരം ഇതൊന്ന് ആസൂത്രണമാക്കി ചെയ്താലോ? രാവിലെ തന്നെ 6 മണിക്ക് പ്രഭാത പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കളത്തിലേക്ക് ഇറങ്ങുക. ഒരു കൂട്ടര് കള പറിക്കുന്നു, ഒരു കൂട്ടര് വെള്ളം കൊണ്ട് കോരി നനക്കുന്നു. ചില ആളുകളൊക്കെ കലപ്പയും കൈക്കോട്ടും എടുത്ത് കിളക്കുന്നു, മറിക്കുന്നു. അവിടെ ജോലി നടക്കുന്നതിനേക്കാൾ വലുത്, കൃഷിയുടെ ആദായം ലഭിക്കുന്നതിനേക്കാൾ പ്രതീക്ഷ വ്യായാമം നടക്കുക എന്നതായാൽ ഒരു ക്ഷീണം വരില്ല, പ്രയാസവും വരില്ല. അത്തരം ഒരു മുന്നേറ്റത്തെക്കുറിച്ച് എന്തുകൊണ്ട് വ്യാപകമായി നമുക്ക് ചിന്തിച്ചുകൂടാ എന്ന് പ്രഭാത സവാരിയിൽ ആലോചിച്ചപ്പോഴാണ് അന്വേഷണം കൊണ്ട് കൂടുതൽ പേർ ഇപ്പോൾ തന്നെ ഈ രംഗത്ത് മികച്ചു നിൽക്കുന്നു എന്ന് പഠിക്കാൻ കഴിഞ്ഞു. നമുക്കുമായി കൂടെ അത്തരമൊരു കൃഷിവലന്മാരായി മാറുക. 1 മണിക്കൂർ, അരമണിക്കൂർ നേരം ദിവസവും പടച്ച തമ്പുരാന്റെ ഭൂമിയിൽ നഗ്നപാതരായി നമ്മുടെ ശരീരം പ്രകൃതിയോട് ഇണങ്ങിച്ചേരട്ടെ. ഇപ്പോൾ നമുക്ക് നടത്തമുണ്ടെങ്കിൽ പോലും മണ്ണിനോട്, പ്രകൃതിയോട് വലിയ ബന്ധമൊന്നുമില്ല. കാരണം സുരക്ഷിതമായ പാദരക്ഷകൾ ധരിച്ച് റോഡിലെ ആധുനിക സിമന്റ് തറകളിലൂടെ നടക്കുകയാണ്. നടത്തത്തിൽ നല്ല വായു സഞ്ചാരമുള്ള കേന്ദ്രങ്ങളാണെങ്കിൽ വളരെ നല്ലത്. അതേസമയത്ത് മലിനവായു പ്രസരണം ചെയ്യുന്ന ഫാക്ടറികളും മറ്റുമൊക്കെയുള്ള ഇടങ്ങളിലൂടെ നടക്കുമ്പോൾ പലപ്പോഴും ഗുണത്തിലേറെ ദോഷം ചെയ്യുമെന്ന് വിദഗ്ധന്മാർ പറയുന്നുണ്ട്. കൃഷിയാണെങ്കിൽ അതൊന്നും സംഭവിക്കുന്നില്ല. ഭൂമിയില്ലാത്തവർക്ക് അവരവരുടെ വീടുകളുടെ ടെറസുകൾ ഈ ഒരു കൃഷി സംവിധാനത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഒറ്റയാന്മാരായി ഈ രംഗത്ത് കൃഷിയിലേക്ക് ഇറങ്ങിയവര്, ആദായം നേടുന്നവര്, നേട്ടം കൊയ്യുന്നവര് നിരവധിയാണ്.
ആ ഒരു വഴിക്ക് മനസ്സിന് സൗഹൃദമുള്ളവർ തമ്മിൽ അത്തരമൊരു കൃഷി സമ്പ്രദായം എന്തൊരു ഭംഗിയാണ്. രാവിലെ തന്നെ കുശലം പറഞ്ഞ് സ്നേഹം പുതുക്കി വേണമെങ്കിൽ ഓരോരുത്തരുടെയും നേതൃത്വത്തിൽ ഒരു ചായ സൽക്കാരവും മറ്റുമായി ചെറിയ രീതിയിൽ വെണ്ടയ്ക്കയും പാവയ്ക്കയും അതുപോലുള്ള ലളിതമായ കൃഷികൾ മണ്ണിന് ഗുണമാണ്, നമ്മുടെ നഗ്ന പാദങ്ങൾക്ക് ഗുണമാണ്. വിയർത്ത് ശരീരം പാകപ്പെട്ട് നാഡീവ്യൂഹങ്ങളെല്ലാം ശക്തിപ്പെട്ട് എന്തൊരു സന്തോഷമുള്ള ഒരു ലോകം സങ്കല്പിച്ചു നോക്കുക. ഇപ്പോൾ തന്നെ 5ഉം 8ഉം സുഹൃത്തുക്കളെ തേടി പ്രായോഗികമായി നടത്ത വ്യായാമം എന്ന വെറുതെയുള്ള നടത്തത്തിന് പകരം പ്രയോജനമുള്ള ശാരീരിക വ്യായാമ കലകളിലേക്ക് നീങ്ങിയാൽ കൃഷിയേക്കാൾ വലിയ കലയുണ്ടോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ പറഞ്ഞു, മാ മിൻ അഹദിൻ യസ്റഉ സറഅൻ, കൃഷി വിതക്കുന്ന, ചെടി വെക്കുന്ന, മരം വെക്കുന്ന ഏതൊരു വ്യക്തിയും ആ ചെടി, ആ മരം വളർന്നു വലുതായി മനുഷ്യവംശത്തിന് തണൽ നൽകുന്നു, പക്ഷിപ്പറവകൾക്കും മനുഷ്യർക്കും ആഹാരം നൽകുന്നു. എന്തെല്ലാം നന്മകൾ ആ മരത്തിലൂടെ, ചെടിയിലൂടെ മനുഷ്യർക്കും സൃഷ്ടികൾക്കും ലഭിക്കുന്നുവോ, ഇല്ല കാനലഹു അജ്റൻ, അവന് ആത്മീയമായി പുണ്യം നേടാനുള്ള വഴിയാണത്. അള്ളാഹുവിങ്കൽ പ്രതീക്ഷയുള്ള പുണ്യകർമ്മമാണത്. ആ ഒരവസ്ഥയിലേക്ക് നടത്തം എന്ന വ്യായാമം അത് വളരെ നല്ലതാണ്. മടിയന്മാർക്കുള്ളതാണ് യഥാർത്ഥത്തിൽ നടത്തം എന്ന വ്യായാമം. കാരണം നിൽക്കപ്പൊറുതിയില്ലാത്തത് കൊണ്ടാണ് രാവിലെയും വൈകുന്നേരവും നടക്കാൻ നിർബന്ധിതരായത്. എന്നാൽ അതിനേക്കാളും നല്ല പല വ്യായാമങ്ങളും ഉണ്ടായിട്ടും അത് ചെയ്യാൻ കഴിയുന്നില്ല. അതെ, കാര്യത്തോടടുക്കുമ്പോൾ പലർക്കും കളിയാണ് ഇഷ്ടം. ഇത് മാറ്റിയെടുത്ത് ഇച്ഛാശക്തിയോടുകൂടി വ്യായാമത്തിന് ഫലപ്രദവും ക്രിയാത്മകവുമായ ഒരു മുഖം നൽകി ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ കുറെ ആളുകൾ ആ രംഗത്ത് വളർന്നു മുന്നേറുന്നുണ്ട്. ആ വഴിയിലേക്ക് നീങ്ങാൻ കഴിഞ്ഞാൽ തീർച്ചയായും നടത്തം എന്ന ശരീരത്തിന്റെ ഈ മരുന്ന് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. ഇച്ഛാശക്തി വേണം, വളരണം, നമുക്ക് തുടരണം. നമുക്ക് ആ ഒരു വഴിയിലേക്ക് ചിന്തിക്കാൻ ഈ പ്രഭാത സവാരിയിൽ ഉണർന്ന ആലോചനകൾക്ക്, ഈ കൈമാറ്റത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം നടത്തത്തിലേക്ക്, അതിന്റെ ക്രിയാത്മക മുന്നേറ്റമായ കൃഷിപ്പണിയിലേക്ക് നമുക്ക് പഴമക്കാരാകാം. അങ്ങനെ പുതുമയെ മോടി പിടിപ്പിക്കാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.